നിങ്ങളൊക്കെ ഫിസിക്സ് ഒക്കെ ആയിരിക്കും സ്വപ്നം കാണാം. ലാസ്റ്റ് മിനിറ്റിൽ പിടിച്ചിട്ട് നെവർ എവർ ഒരു ഗെയിം ചേഞ്ചറാണ്. ദിസ് ഇസ് ദീന, ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഫ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ വരുന്ന നീറ്റ് 2026 മെയ് 3 NMC അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇപ്പം എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ്റെ ഓട്ടത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ഒന്നെങ്കിൽ +2 കഴിഞ്ഞിട്ട് നമുക്ക് ഈ വർഷം നീറ്റ് ഒന്ന് എഴുതി നോക്കാം അങ്ങനെ വിചാരിക്കുന്നവരോ, അല്ലെങ്കിൽ ഇപ്പം റിപ്പീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടോ ഹൂഎവർ നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഈ വരുന്ന 2 വീക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു 2 ആഴ്ച സമയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം ചേഞ്ചറാണ്, അൾട്ടിമേറ്റ് ഗെയിം ചേഞ്ചറാണ്. ഓക്കെ, അപ്പം ഞാനങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഇതുവരെ നല്ലൊരു സ്കോറോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളങ്ങനെ അത്രയും എന്താ പറയുക, നമ്മളൊരു കോൺഫിഡൻറ്റ് ഇനഫ് ആയിട്ടില്ലെങ്കിൽ കൂടെ ഈ 2 ആഴ്ച നമ്മളെങ്ങനെ നമ്മളെ നോക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇപ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എത്ര സമയം പഠിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കാര്യങ്ങൾ ചെയ്യരുത്, എന്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകരുത്. അതായത് വാട്ട് ടു അവോയ്ഡ് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോൻ്റെ ഒരു മെയിൻ കോർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് തിങ്സ് ടു അവോയ്ഡ്, അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 മിസ്റ്റേക്സാണ് നമ്മളിതിൽ പറയാൻ പോണത്. ഒന്നാമത്തെ കാര്യമാണ് നെവർ എവർ ചേഞ്ച് യുവർ റൂട്ടീൻ. അതായത് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിലൊക്കെ പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ രാത്രി പഠിക്കുന്ന ഒരാളാണ്, ഐ എം എ നൈറ്റ് പേഴ്സൺ. അതായത് ഇപ്പം 3 മണി വരെയോ 4 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി പ്രശ്നമില്ല. അതേസമയം ഒരാൾ പറയുകയാണ് രാവിലെ എണീറ്റ് ഒരു 6 മണിക്കോ അല്ലെങ്കിൽ ഒരു 7 മണിക്കോ എണീറ്റ് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല, എനിക്ക് തീരെ പറ്റില്ല. ഞാൻ എന്താ പറയുക, എത്ര ആയാലും എനിക്ക് ആ സമയം സെറ്റാവില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം മോസ്റ്റ്ലി പക്ഷെ നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ആൾക്കാർ, കുറേ ആൾക്കാരും ഇപ്പോൾ നൈറ്റ് പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് അയാൾ പറയുകയാണ്, ചിലപ്പോൾ ഇതിലൊരു മോട്ടിവേഷണൽ സ്പീക്കർ പറയും നമ്മളെടുത്ത് വന്നിട്ട്, നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് സെറ്റായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഓർമ്മയിൽ നിൽക്കും, ബുദ്ധിയിൽ നിൽക്കും എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒരു പ്രശ്നം, നമ്മളിത് കേട്ടിട്ട് ഈ ടൈമിൽ ഇത് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാലൊരു പ്രശ്നം, നമ്മൾ ഒരു കാര്യത്തോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 21 ഡേയ്സെങ്കിലും എടുക്കുമെന്നാണ് പറയൽ. അപ്പം നമ്മളിപ്പം നാളെ രാവിലെ എണീറ്റ് പഠിക്കാൻ വേണ്ടി ഇന്ന് നേരത്തെ കടന്നു എന്ന് കരുതിക്കോ. പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ഒരു 3 മണി 4 മണി വരെ കിടന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു 9 മണിക്ക് പിടിച്ച് കിടന്നാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഉറക്കം വരില്ല. ഇനിയിപ്പോൾ വന്നാലും രാവിലെ നമുക്ക് വേണ്ട പോലെ എന്താ പറയുക, ഇപ്പം ആ ഒരു ഡിലേ കാരണം നമുക്ക് രാവിലെ പ്രോപ്പറായിട്ട് എണീക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ എണീറ്റു എന്ന് കരുതിക്കോ, നമ്മൾ വിചാരിച്ച ആ ഒരു നമ്മൾ രാത്രി കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് നമുക്ക് ചിലപ്പോൾ ഈ രാവിലെ ആ ഒരു എന്താ പറയുക ഔട്ട്പുട്ട് കിട്ടൂല നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് പോകും, നമ്മളുടെ ആ ഒരു ദിവസം തന്നെ പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. മെയിൻലി ഈ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സൊക്കെ ചെയ്തു വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഈ ലാസ്റ്റ് മിനിറ്റ് പിടിച്ചിട്ട് ഇതുവരെ പരിചയമില്ലാത്ത ബുക്കൊക്കെ എടുത്ത് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ പുതിയ ബുക്കൊക്കെ എടുത്ത് പരീക്ഷിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഒരു അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററൊക്കെ എടുത്തിട്ടേക്ക് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് പോകും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററിലൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തെ നീറ്റിന് വേണ്ടിയിട്ട് എത്രയോ ബുക്കുകൾ ആക്ച്വലി ഇവിടെ ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് ഒരിക്കലും നമ്മൾ നീറ്റ് എഴുതാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെ വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്യുക. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു 100 പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടെ നമുക്ക് വീണ്ടും ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു സെക്കൻഡ് എക്സ്പീരിയൻസ്, നമ്മൾ വീണ്ടും പഠിക്കുക. സോ ഈ +2 പഠിച്ചിട്ട് എഴുതുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നീറ്റ് എഴുതണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഈ ഒരു 2 വീക്സ്, നമുക്കൊരു 2 വീക്സേ ഉള്ളൂ. അപ്പോൾ ഈ 2 വീക്ക് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. കാരണം വേറൊരു ബുക്കും എടുത്ത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ വലിയ ബുക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല. കാരണം അതിനൊരു അത്യാവശ്യം എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് ഒക്കെ കിട്ടിയിട്ട് ആയിരിക്കും അത്, അങ്ങനെ തന്നെ ആവും നമുക്കതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിനൊക്കെ ഓരോ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അത് പഠിക്കാൻ ടൈമില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം, നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബയോളജി മാക്സിമം, ഇപ്പോൾ ബയോളജി കൂടുതൽ, അതായത്
ഈസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അതായത് ഒരുപാട് ആൾക്കാർക്ക് മാക്സിമം ബയോളജി തന്നെ ആയിരിക്കും മിക്ക ആൾക്കാർക്ക് ഈസി, കാരണം തിയറി ആണല്ലോ കൂടുതൽ. അപ്പം ബോർഡ് എക്സാം എഴുതിയ രീതിയിൽ നമുക്ക് തിയറി ആയിരിക്കും കുറച്ചും കൂടെ അപ്രോച്ചബിൾ ആയിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ബയോളജിയൊക്കെ ഫോക്കസ് ചെയ്യാൻ നോക്കുക. കാരണം എന്തൊക്കെ ആയാലും ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും കമ്പൈൻഡ് മാർക്ക് നമുക്ക് ബയോളജിയിൽ നിന്ന് മാത്രം കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഈസി അല്ല. ബയോളജി ഈസ് നോട്ട് ഈസി. നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് പറ്റുന്നത് ബയോളജിയാണ്. സോ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും. അപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തു വരുന്നൊരു മിസ്റ്റേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞാൽ 2 to 5 തന്നെ ടൈം വെച്ച് നമ്മൾ ആ ഒരു 2 to 5 ടൈം വെച്ച് നമ്മൾ പ്രോപ്പറായി OMR ഷീറ്റൊക്കെ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇപ്പം ഞാനടക്കം ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റിലേക്കൊക്കെ എത്തിയപ്പോൾ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം, തിയറി എങ്ങനെയും സെറ്റാക്കണം, പഠിക്കണം, റിവൈസ് ചെയ്യണം, ഈ ഒരു ചിന്തയായിരുന്നു. ഓക്കെ, അപ്പോൾ എക്സാമൊക്കെ ഞാൻ എഴുതിയല്ലോ, OMR ഒക്കെ ഞാൻ ചെയ്തല്ലോ, അപ്പോൾ ആ ഒരു ഇതിലായിരിക്കും. പക്ഷേ അതല്ല, അതായത് ഈ 2 to 5 എന്ന് പറയുന്നതേ ഒരു ടാസ്ക്കാണ്. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര നമുക്കൊരു ക്ഷീണമുള്ളൊരു ടൈമാണല്ലോ, ഒന്നാമത് ഈ ചൂടും. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് സെറ്റ് ആവണം. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് 3 മണിക്കൂർ നമുക്ക് ആ ഒരു അറ്റൻഷൻ സ്പാൻ കീപ്പ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം, എടുത്തേ പറ്റൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഈ OMR യൂസ് ചെയ്തിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. കാരണം OMR ബബ്ലിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ എല്ലാം അറിഞ്ഞിട്ടും ബബ്ലിങ്ങിനത് തെറ്റിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. അപ്പം ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഒരു 1 to 5 ക്വസ്റ്റ്യനായിരിക്കും ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചിട്ട് ആ 1ൻ്റെ ആൻസർ Aയോ Bയോ Cയോ Dയോ ഏതാണെങ്കിലും അതിലൊരു ഡോട്ട് ഇട്ട് വെക്കും, ചെറിയൊരു ഡോട്ട്. എന്നിട്ട് സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് അതും ഡോട്ട് ചെയ്യും. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ വായിച്ചിട്ടായിരിക്കും ഞാനിത് ബബിൾ ചെയ്യാൻ പോണത്. ഞാൻ യൂസ് ചെയ്തിരുന്നൊരു മെത്തേഡ് അതായിരുന്നു. അപ്പോൾ എനിക്ക് തെറ്റൂലായിരുന്നു. കാരണം അങ്ങനെ ഇപ്പോൾ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഓർത്തെടുക്കാമല്ലോ. ഈ 5 ബബിൾ ചെയ്യുമ്പോൾ ഓക്കെ ഇത് ഞാൻ വിട്ടും നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ടെക്നിക്സ് കണ്ടെത്താം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്. പക്ഷെ അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മളിപ്പം +1ഉം +2ഉം പഠിച്ച അതേ സിലബസും അതേ തിയറി തന്നെയാണ് നീറ്റിനുള്ളത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. നമ്മളെങ്ങനെ OMR യൂസ് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഈ ഒരു 1 minute 1 ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ ക്രാക്ക് ചെയ്യുന്നു, നമ്മളെങ്ങനെ അതിനെ നമ്മളെങ്ങനെ ആ ഒരു ടൈം നമ്മളെങ്ങനെ അതിനെ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് പ്രാക്ടീസ് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തായാലും 2 to 5 എഴുതുക. ഓക്കെ, ഞാനിത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്റർ എനിക്ക് അറിയില്ല എന്ന് എഴുതി മാറി നിൽക്കരുത്. എക്സാം അറ്റൻഡ് ചെയ്യുക, ബാക്കി എന്നിട്ട് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ലാസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ തന്നെ നോക്കുക എന്നുള്ളത്. അതായത് ഈ ലാസ്റ്റ് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ സ്ട്രെസ്ഡായി പ്രോപ്പറായി ഉറങ്ങുന്നെങ്കിൽ തന്നെ ഒരു മനസ്സമാധാനം ഇല്ലാത്തിരിക്കും ഉറക്കത്തിലൊക്കെ ഫിസിക്സൊക്കെ ആയിരിക്കും സ്വപ്നം കാണുക. അപ്പം ഉറങ്ങാണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാണ്ട് നമ്മൾ ഫുള്ളിങ്ങനെ സോൺ ഔട്ടായി കഴിഞ്ഞാൽ നമുക്കന്ന് പ്രോപ്പറായിട്ടൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. സോ നമ്മൾ കോൺഫിഡൻറ്റ് ഇനഫ് ആവുക. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു. അപ്പുറത്തിരിക്കുന്ന ആളാൾ നമ്മളെക്കാളും ചെയ്തല്ലോ എന്ന് ആലോചിച്ച് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സൂപ്പറായിട്ട് ചെയ്തിരിക്കണം. സോ ഇനി എന്ത് ചെയ്യണം, ഇതിനെ പ്രോപ്പറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ദിവസം നമുക്കത് പേപ്പറിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ അൾട്ടിമേറ്റ് അതാണ്. അന്ന് നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളിടത്താണ് കാര്യം. സോ എല്ലാവരും സ്ട്രെസ് ഔട്ട് ആവാതെ തന്നെ നല്ല രീതിയിൽ നല്ല വെള്ളം കുടിക്കുക, ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ഉറങ്ങാണ്ട് കഷ്ടപ്പെട്ട് ഇരിക്കരുത്. ഒരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 10-12 മണിക്കൂറൊന്നും ഉറങ്ങണം എന്ന് പറയണില്ല, 5 മണിക്കൂറെങ്കിലും വൃത്തിക്ക് ഉറങ്ങണം. അപ്പം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കോൺഫിഡൻസ് ആണ് മെയിൻ. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഈ വർഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ താങ്ക് യു.